വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയായി എന്ന് വരില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ അപ്പോഴും ആ ഒരു അകലം ബാക്കിയുണ്ടാകും. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പെണ്ണിന്റെ ശരീരമല്ല കീഴടക്കേണ്ടത്, അവളുടെ മനസ്സാണ് സ്വന്തമാക്കേണ്ടത്. പക്ഷെ അത് കാണാൻ ആണിന് കണ്ണ് മാത്രം പോരാ, ഹൃദയവും വേണം. വിവാഹം കഴിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നം ഞങ്ങൾക്കൊരു മകളെ കൂടി കിട്ടി എന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുന്ന ഒരു ഫാമിലിയെ കിട്ടുമെന്നായിരിക്കും. എന്നാലോ പലപ്പോഴും അങ്ങനെ സംഭവിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ആരുമില്ലാതായത് എല്ലാവരെയും നഷ്ടപ്പെട്ടപ്പോഴല്ല, എല്ലാമായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരിക്കൽ നാം ആരുമല്ലാതായി എന്ന തിരിച്ചറിവിലാണ് ആൾക്കൂട്ടത്തിൽ പലരും ഒറ്റക്കായി തീർന്നത്. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും, എത്ര സത്യസന്ധത കാണിച്ചാലും ലോകം നമ്മുടെ ഒരു തെറ്റിനായി കാത്തിരിക്കുകയാണെന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട ഓരോ രാത്രികളും അസ്തമിക്കും. പ്രതീക്ഷയുടെ പൊൻപുലരി നാളെ മുന്നിൽ പുലരുക തന്നെ ചെയ്യും. പിന്നിൽ നിന്ന് കുത്തുന്നവരോട് നന്ദി പറയുക, നമ്മൾ അവരുടെ മുന്നിൽ തന്നെയാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചതിന്. മനസ്സിലാക്കി ചിരിക്കുന്നവരുടെ കാലം പോയി, ഇപ്പോൾ മനസ്സിൽ ആക്കി ചിരിക്കുന്നവരുടെ കാലമാണ്. കടമകൾക്ക് മുന്നിൽ സ്വപ്നങ്ങൾ തോൽക്കുമെന്നതിന്റെ പേരാണ് ജീവിതം. പാതിയിൽ അവസാനിച്ചു പോയ ഇന്നലകളിലാണ് ഞാനെന്ന പൂർണ്ണത കിടക്കുന്നത്. പിന്നീട് ഒരിക്കലും എന്റെ പൂർണ്ണതയിലേക്ക് തിരിച്ചു പോവാൻ കാലം എന്നെ അനുവദിച്ചിട്ടില്ല. അവസാനിച്ച കഥയുടെ ബാക്കി പിന്നീട് ഒരിക്കലും കേട്ടതുമില്ല. തേനൊഴിച്ചു വളർത്തിയാലും പാവയ്ക്ക തരുന്നത് കയ്പാണ്. ചില മനുഷ്യരും അങ്ങനെയാണ്. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് വലിയ സമ്പത്ത്. പുസ്തകങ്ങളില്ലാത്ത ഒരു മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലാതാകുന്ന നിമിഷമുണ്ട്. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, തീരുമാനിച്ചു തുടങ്ങും. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കുന്നു എന്ന ചിന്ത ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടായാൽ മതി. എന്നാൽ ആരെയും ദ്രോഹിക്കാനും ദുഃഖിപ്പിക്കാനും ഒരാൾക്കും തോന്നില്ല. എന്നും ഒരുപോലെ ആരും നമ്മളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുമ്പോൾ മറക്കുന്നവരാണ് പലരും. അങ്ങോട്ട് മിണ്ടുമ്പോൾ മാത്രം മിണ്ടുന്ന സൗഹൃദമോ സ്നേഹബന്ധമോ ഉണ്ടെങ്കിൽ ഓർക്കുക, നിനക്ക് അവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന സത്യം. ശത്രുവിനേക്കാൾ ഭയക്കണം വിശ്വാസം മുതലെടുത്ത് കാലുവാരുന്ന മിത്രത്തെ. മറ്റൊരാളുടെ വാക്ക് കേട്ട് ആരോടെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഓർക്കുക, ഏറ്റവും വലിയ നഷ്ടം നമുക്ക് മാത്രം. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നമ്മിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുവാൻ മുൻകൈ എടുത്തവർ പോലും ഒടുവിൽ നമുക്കൊപ്പം കാണില്ല. ആളുകൾക്ക് നമ്മളെ മുഴുവനായി അറിയുന്നതുവരെയുള്ള ആകാംക്ഷയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയാണ്. അതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാനായി നിന്നു കൊടുക്കരുത്. ചിലർക്ക് ആവശ്യം നമ്മുടെ കണ്ണുനീരും സങ്കടങ്ങളുമാണ്. നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷം കെടുത്തും. നമ്മുടെ പുഞ്ചിരി അസ്തമിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഓടി അകലുക, പുഞ്ചിരിച്ച് മുന്നോട്ടു പോകുക. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. ജീവിതം ഒരു വലിയ യാത്രയാണ്. ജനനം കൊണ്ട് തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നത്. ഈ യാത്ര ചെറിയ കഠിനമാണ്, പക്ഷേ എന്നും അങ്ങനെയാവണമെന്നില്ല. നാളെ അത് എളുപ്പമായേക്കാം. അടക്കാത്ത ചിന്തകളും ഒടുങ്ങാത്ത മോഹങ്ങളും അത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ മൂലകാരണം. സംസാരങ്ങൾ സംഭാവനകളാണ്, ഭാവനകളുടെ സമ്മേളനങ്ങളാണ്. സ്വന്തമെന്നു കരുതിയ ബന്ധമെല്ലാം ബന്ധനമായി മാറുമ്പോൾ അന്ധത കണ്ണുകൾക്കും മനസ്സിനും
മുറിവുണങ്ങാത്ത ലേപനമത്രേ. പകലുറങ്ങിയിരുന്നെന്നും രാത്രി ഉറങ്ങിയിരുന്നില്ലെന്നും പറയുകയാണോ നിങ്ങൾ? രാത്രിയാണോ പകലാണോ അറിയാതെ യാത്രയിലാണ് നിങ്ങളും ഈ ലോകവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അസാന്നിധ്യം മരണത്തോളം വേദനാജനകമാണ്. അടിത്തട്ടില്ലെന്ന് കരുതി അടക്കി വരിക്കാൻ നോക്കരുത്. ഒന്ന് അലറിയാൽ ആഞ്ഞു കത്തുന്ന തീഗോളമായിരിക്കും പലരുടെയും ഉള്ളിൽ. പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കരയുന്നവരെയും പുഞ്ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരെയും തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടിനും പുഞ്ചിരി ഒരു മറയാണ്. ചിലർക്ക് അവരുടെ ദുരാഗ്രഹങ്ങൾ സാധിക്കാനുള്ള മൂർച്ചയേറിയ ആയുധമാണ് രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും. അവരെ മനസ്സിലാക്കുക. നമുക്ക് സ്നേഹവും ബഹുമാനവും തരുന്നുണ്ടെന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറാനുള്ള അനുമതി പത്രം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റപ്പെടലും ഏകാന്തതയും അതിന്റെ ആവശ്യവും സുഖവും സൗന്ദര്യവുമെല്ലാം ശരിയാണ്. ആർക്ക് എന്നുള്ളതാണ് കാര്യം. നമ്മുടെ കൂടെ എപ്പോഴും ആളുണ്ട് എന്ന പൂർണ്ണ ബോധ്യമുള്ളവർക്ക് ഇതെല്ലാം ശരിയാണ്. എന്നും ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളവർക്ക് ഇതെല്ലാം ശിക്ഷയാണ്, വേദനയാണ്. അതായത് എന്ത് കഴിക്കാൻ കഴിവുള്ളവർക്ക് വിശപ്പ് എന്താണെന്നറിയുന്നത് ഒരു തിരിച്ചറിവാണ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവന് വിശപ്പൊരു ശാപമാണ്. ഏതൊരാൾക്ക് സ്വയം തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലയോ അവൻ ഒരിക്കലും തന്റെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഒരു പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയുന്നവനെ വളർത്തിയത് ഒരു നല്ല അമ്മയായിരിക്കും. അതുപോലെ അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പെണ്ണിനെ ഒരു നല്ല അമ്മയായിരിക്കാൻ കഴിയും. അമ്മയെ സ്നേഹിക്കുന്നവൻ കെട്ടിയ പെണ്ണിനെ നിധി പോലെ കാക്കും. അമ്മയെ സ്നേഹിക്കുന്നവൾ തന്റെ ഭർത്താവിനെ ഒരു അമ്മയായിരിക്കും. സ്നേഹം ഒരു വിചാരമല്ല, വികാരമാണ്. അതുകൊണ്ട് തന്നെ അത് ഹൃദയസ്പർശിയായിരിക്കണം. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു ചെടികളെ പോലെയാണ്. അതിന് വളരാൻ ആവശ്യമുള്ളതൊന്നും നീ നൽകിയില്ലെങ്കിലും അത് വളർന്ന് ഒരു മരമായി നിനക്ക് തണലായി മാറും. അലറി വരുന്ന തിരമാലകൾക്ക് ശേഷം ശാന്തമായി നിലകൊള്ളുന്ന ഒരു കടൽ കൂടിയുണ്ട് ജീവിതത്തിൽ. അതിൽ നല്ല നാളിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക.